ഭാരതത്തിൻ്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയിലെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് അതുപോലെ ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്ക് 764 സ്ഥിരം ഒഴിവുകളിലേക്ക് ഇപ്പോൾ DRDO അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളതിലേക്ക് ഡിസംബർ 11 മുതൽ 2026 ജനുവരി 3 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അതിൽ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്മാരുടെ 561 ഒഴിവുകളും ടെക്നീഷ്യന്മാരുടെ 203 ഒഴിവുകളുമാണുള്ളത്. എല്ലാ ഡീറ്റെയിൽസും DRDOയുടെ വെബ്സൈറ്റായ https://www.drdo.gov.in സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശമ്പള സ്കെയിൽ 35,400 മുതൽ 1,12,400 എന്ന സ്കെയിലാണ്. വേണ്ട യോഗ്യത BSc അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വേണ്ട യോഗ്യത. MSc അല്ലെങ്കിൽ BTech PhD ഉള്ളവരൊന്നും എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 3, കെമിക്കൽ എഞ്ചിനീയറിംഗ് 15, സിവിൽ എഞ്ചിനീയറിംഗ് 11, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് 160, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 11, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 47, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 111, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് 2, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 127, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് 12. ഈ പറഞ്ഞ ബ്രാഞ്ചുകളിലൊക്കെയുള്ള 3 വർഷത്തെ ഡിപ്ലോമ പാസ്സവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത കെമിസ്ട്രി 22, ജിയോളജി 1, ലൈബ്രറി സയൻസ് 5, മാത്തമാറ്റിക്സ് 6, ഫിസിക്സ് 18, സൈക്കോളജി 4 എന്നിങ്ങനെ ഇതിലേക്ക് അതാത് സബ്ജക്റ്റുകളുള്ള 3 വർഷത്തെ BSc ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ്സും ITയും ആണ് വേണ്ട യോഗ്യത. 19,900 മുതൽ 63,200 എന്ന സ്കെയിലേക്കും ശമ്പളം ലഭിക്കുക. ഇവിടെയും MScയും PhDയും BTech ഉള്ളവരൊന്നും എലിജിബിൾ അല്ല. എന്നാൽ SLCക്കും ITക്കും ശേഷം ഡിഗ്രിയോ ഡിപ്ലോമ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി മറ്റ് വേക്കൻസി പറയുകയാണെങ്കിൽ ബുക്ക് ബൈൻഡർ 3, കാർപ്പൻറ്റർ 4, CNC ഓപ്പറേറ്റർ 3, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 52, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ 6, ഇലക്ട്രീഷ്യൻ 30, ഷീറ്റ് മെറ്റൽ വർക്ക് 3, സർവേയർ 1, ടർണർ 8, ഇലക്ട്രോണിക്സ് 31, ഫിറ്റർ 25, മെഷീനിസ്റ്റ് 12, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 7, ഒപ്റ്റിക്കൽ വർക്കർ 2, ഫോട്ടോഗ്രാഫർ 5, വെൽഡർ 11 എന്നിങ്ങനെയാണ്. ഈ പോസ്റ്റുകളിലേക്ക് 18 മുതൽ 28 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. SC STക്കാരാണ് 5 വർഷവും OBCക്കാരായിട്ടുള്ളവർക്ക് 3 വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ അപേക്ഷാ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും 500 രൂപ റീഫണ്ടബിൾ ആയിട്ടുള്ള 500 രൂപ എല്ലാവർക്കും ഉണ്ട്. അതുകൂടാതെ ജനറൽ കാൻഡിഡേറ്റ്സും OBC കാൻഡിഡേറ്റ്സിനും EWS കാൻഡിഡേറ്റ്സും സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 250 രൂപയും ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് 100 രൂപയും, അതായത് ജനറൽ കാൻഡിഡേറ്റ്സ് OBC കാൻഡിഡേറ്റ്സ് EWS ഒക്കെ 750 രൂപ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നൽകണം. എന്നാൽ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് 600 രൂപ നൽകാവും. എന്നാൽ ബാക്കി വിമൻ കാൻഡിഡേറ്റ്സ്, SC ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവർ, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ് ഒക്കെ ആകെ 500 രൂപ റീഫണ്ടബിൾ എമൗണ്ട് കൊടുത്ത് റീഫണ്ട് ചെയ്ത് കിട്ടും എന്ന കാര്യം മനസ്സിലാക്കുക. ടയർ 1 എക്സാമിനേഷൻ എഴുതിയെങ്കിൽ മാത്രമേ റീഫണ്ട് കിട്ടുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്ററുകൾ വെച്ച് പറയുകയാണെങ്കിൽ എറണാകുളം, കോഴിക്കോട്, കൊല്ലം എന്നിങ്ങനെ 3 സെൻറ്ററുകൾ കേരളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റർ ചൂസ് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് https://www.drdo.gov.in സൈറ്റിൽ ലഭ്യമാണ്. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ജനുവരി 3 വരെ അപേക്ഷിക്കാൻ കഴിയും. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലായി ബി പോസിറ്റീവ് നോളജ് കമ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ വാച്ച് ചെയ്ത് മനസ്സിലാക്കാൻ ചെയ്യാൻ പറ്റും. താങ്ക് യു.